ഗോബി 65 തയ്യാറാക്കാം. ചെറിയ പീസുകളാക്കിയ കോളിഫ്ലവർ 2 വട്ടം കഴുകി അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെള്ളവും ഒഴിച്ച് 5-10 മിനിറ്റ് ഈ വെള്ളത്തിൽ മുക്കി വെക്കണം. ചൂടുവെള്ളം ഒഴിക്കരുത്, സാധാ വെള്ളം ഒഴിച്ചാൽ മതി. 5 മിനിറ്റിന് ശേഷം 3-4 വട്ടം കഴുകി വെള്ളമെല്ലാം ഊറ്റി ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പും ചെറുനാരങ്ങ നീരും ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. അതിനുശേഷം കാശ്മീരി മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മീറ്റ് മസാല, ചിക്കൻ മസാല ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് മിനിമം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അരമണിക്കൂറിന് ശേഷം 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് യോജിപ്പിക്കണം. അതിനുശേഷം 3 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. കോളിഫ്ലവറിന്റെ പുറത്തെ കോട്ടിംഗ് ഒരുപാട് ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തളിച്ച് നനച്ചു കൊടുക്കണം. ഇനി കോളിഫ്ലവർ പീസുകൾ ചൂടായി കിടക്കുന്ന ഓയിലിലേക്ക് ഇട്ട് വറുത്ത് കോരിയെടുക്കാം. എണ്ണയുടെ ചൂട് പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂട് കുറവാണെങ്കിൽ കോളിഫ്ലവറിന്റെ പുറത്തെ കോട്ടിംഗ് എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ പൊളിഞ്ഞു പോകും. അവസാനമായി ഗാർണിഷിങ്ങിന് വേണ്ടി 2 തണ്ട് കറിവേപ്പിലയും 5-6 പച്ചമുളകും എണ്ണയിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കാം. ഗോബി 65 റെഡിയാണ്. ചെറു ചൂടോട് കൂടി നമുക്ക് സെർവ് ചെയ്യാം.